ജോൺ ബ്രിട്ടാസ് എം പി, താങ്കൾ ആ ബാബരി മസ്ജിദിന്റെ തകർച്ച നേരിൽ കണ്ട ഒരു മാധ്യമപ്രവർത്തകരാണ്. അന്ന് ഇന്ത്യൻ മതേതരത്വത്തിന് ചരമഗീതം കുറിച്ചു എന്ന് പിറ്റേ ദിവസം പത്രത്തിൽ എഴുതിയ ആളാണ്. അന്ന് മാത്രമല്ല, അതിനുശേഷം ഇങ്ങോട്ട് അതിന്റെ നിർണായക വഴികളിലൊക്കെ ഒരു ജേർണലിസ്റ്റിക് മനസ്സോടുകൂടി തന്നെ സഞ്ചരിച്ച ആളാണ്. ഏത് രീതിയിൽ ഈ പറഞ്ഞ ബാബരി മസ്ജിദിന്റെ തകർച്ചയും അയോധ്യ ക്ഷേത്ര നിർമ്മാണവും ഒക്കെ ഇന്ത്യൻ രാഷ്ട്രീയ വഴികളിൽ നിർണായക രാഷ്ട്രീയ ചർച്ചയാവുന്നു എന്ന് കണ്ട ആളാണ്. എം പി ആവുന്നതിന് മുൻപ് തന്നെ ശ്രീ ജോൺ ബ്രിട്ടാസ് അത്തരത്തിൽ മറ്റൊരു ദിശാസന്ധിയാണ്, അത്തരത്തിൽ മറ്റൊരു രാഷ്ട്രീയ ചർച്ചയുടെ സമയത്താണ്. അതിൽ നിന്ന് കോൺഗ്രസിന് ഞങ്ങൾ അങ്ങോട്ടേക്കില്ല എന്നൊരു രാഷ്ട്രീയ നിലപാടെടുത്ത് മാറി നിൽക്കാൻ കഴിയുമോ? അതൊരു രാഷ്ട്രീയ പ്രശ്നമല്ലേ ശ്രീ ജോൺ ബ്രിട്ടാസ്? തെരഞ്ഞെടുപ്പ് വിഷയം മാറുകയാണ്, BJPയുടെ അല്ലേ. അതുകൊണ്ട് തന്നെയല്ലേ കോൺഗ്രസ് വിട്ടു നിൽക്കണോ വേണ്ടോ എന്നുള്ളത് തീരുമാനിക്കേണ്ടത്. യഥാർത്ഥത്തിൽ അയോധ്യയ്ക്ക് മേല് 2024 തെരഞ്ഞെടുപ്പ് പ്രചരണം മോഡി ആരംഭിക്കുകയാണ്. അപ്പോൾ BJPയുടെ ഒരു ബി ടീമായിട്ട് അവിടെ ഭാഗവാക്കാകണോ അതെയോ സ്വതന്ത്രമായിട്ടൊരു നിലപാട് കോൺഗ്രസ് സ്വീകരിക്കണോ എന്നുള്ളതാണ് ഇപ്പോഴത്തെ പ്രസക്തമായൊരു കാര്യം. ഇപ്പം എനിക്ക് ഈ കോൺഗ്രസിലെ ആശയക്കുഴപ്പത്തെക്കുറിച്ച് എനിക്കൊരു ആശയക്കുഴപ്പമില്ല. എന്താ കാരണം വെച്ചാൽ കോൺഗ്രസിന് എക്കാലത്തും ഈ വിഷയത്തെക്കുറിച്ച് വ്യക്തമായിട്ടുള്ളൊരു നിലപാടുണ്ടായിരുന്നില്ല. യഥാർത്ഥത്തിൽ ഇപ്പം ഈ അയോധ്യ മൂവ്മെന്റുമായി ബന്ധപ്പെട്ടുള്ള പ്രധാനപ്പെട്ട സംഭവവാസങ്ങൾ നേരിട്ട് കാണാനുള്ള ഭാഗ്യമോ നിർഭാഗ്യമോ ലഭിച്ച ഒരു വ്യക്തി എന്ന നിലയിൽ ഞാനിത് അപഗ്രഥിക്കുകയാണെങ്കിൽ കോൺഗ്രസ് BJPയുടെ ബി ടീമായിട്ട് ആ പരിപാടിയിൽ പങ്കെടുക്കണം. എന്താ കാരണം എന്ന് വെച്ചാൽ 1986 സംഘ് പരിവാറിനെ പ്രീണിപ്പിക്കാൻ വേണ്ടി ബാബറി മസ്ജിദിന്റെ പൂട്ട് തുറന്നു കൊടുക്കുക, 1989 തർക്കരഹിത ഭൂമിയായി പ്രഖ്യാപിച്ച് ശിലാന്യാസിന് വേണ്ടിയുള്ള വേദി ഒരുക്കുക, 1992 ഡിസംബർ 6 ബാബറി മസ്ജിദ് പൊളിക്കാൻ വേണ്ടി പശ്ചാത്തല സൗകര്യം ഒരുക്കുക. ഇത്രയും കാര്യങ്ങൾ ചെയ്ത കോൺഗ്രസ് ഇനി ഈ അയോധ്യ ക്ഷേത്രത്തിന്റെ ഉദ്ഘാടനത്തിൽ പ്രതിഷ്ഠാകർമ്മത്തിൽ പങ്കെടുക്കുന്നതിൽ എനിക്ക് യാതൊരു ആശ്ചര്യവുമില്ല. അത് മാത്രമല്ല, കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കൾ പറഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ ഈ പറഞ്ഞ അയോധ്യയിൽ ബാബറി മസ്ജിദ് പൊളിക്കാനും പുതിയ അമ്പലം ഉണ്ടാക്കാനും സംഘ് പരിവാറിനേക്കാളും BJPയെക്കാളും ഏറ്റവും കൂടുതൽ സംഭാവന ചെയ്ത് കോൺഗ്രസ് ആണ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ ഒരു പരിപാടിയിൽ കോൺഗ്രസ് പങ്കെടുക്കുന്നതിൽ എനിക്ക് യാതൊരു ആശ്ചര്യവുമില്ല. കോൺഗ്രസിനെ ചൂഴ്ന്നു നിൽക്കുന്ന ഒരാശയക്കുഴപ്പത്തിന്റെ ഒരു പ്രതിഫലനമായിട്ട് വേണം നമ്മൾ കാണാൻ വേണ്ടി.